ഹലോ മക്കളെ, വൊക്കാബ് സ്പീഡിയുടെ PYQ മാത്സ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഇതേ 2022 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, 10 നിരീക്ഷണങ്ങളുടെ ശരാശരി എന്നത് 20. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റി. 12 എന്നത് 21 എന്ന് തെറ്റായി വായിച്ചതായി പിന്നീട് കണ്ടെത്തി. 12 എഴുതേണ്ട സ്ഥലത്ത് എത്ര എഴുതിയിരിക്കുന്നത്? 21 എഴുതിയിരിക്കുന്നത്. എങ്കിൽ അവരുടെ ശരിയായ ശരാശരി എത്ര? അപ്പൊ നമുക്ക് ചെയ്യാം. 10 നിരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ 10 എണ്ണത്തിന്റെ ശരാശരി അത് 20 എന്ന് തന്നിരിക്കുന്നു. 12 എഴുതുന്നതിന് പകരം 12 പകരം എത്ര എഴുതി വെച്ചു? 21 എഴുതി വെച്ചു. 12 പകരം 21 എഴുതി വെച്ചു. ഇവിടെ എത്രയാ കൂടിയത്? ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 12ഉം 21 തമ്മിലുള്ള വ്യത്യാസം. 21 നിന്ന് 12 കുറച്ചാൽ കിട്ടുന്നത് അത് 9. ഇവരുടെ വ്യത്യാസം 9 എന്ന് വെച്ചാൽ ഇവിടെ 12 എഴുതേണ്ട സ്ഥലത്ത് 21 എഴുതി വെച്ചു. 9 എന്ന് പറയുന്നത് അവിടെ കൂടിപ്പോയി. അപ്പോ 9 ഇവരുടെ വ്യത്യാസത്തെ നമ്മൾ എന്താ ചെയ്യുന്ന പരിപാടി? വ്യത്യാസത്തെ എത്ര എണ്ണമുണ്ടോ അതുകൊണ്ട് ഹരിക്കും. 9നെ 10 കൊണ്ട് ഹരിക്കും. കൂടുതലായിട്ടാണ് ചേർത്തിരിക്കുന്നത് അല്ലെ? ഇവിടെ ഈ 9 കൂടുതലായി ചേർത്തിരിക്കുകയാണ്. നമ്മൾ ആ 9നെ കുറയ്ക്കണം. കൂടുതലായി ചേർത്താൽ കുറയ്ക്കണം. കുറച്ചേ ചേർത്തിട്ടുള്ളെങ്കിൽ കൂട്ടണം. ഓക്കെ, അപ്പൊ എന്തിൽ നിന്ന്? പഴയ ശരാശരിയിൽ നിന്ന്. പഴയ ശരാശരി എന്ന് പറയുന്നത് 20. ആ ശരാശരിയിൽ നിന്ന് 10ൽ 9 കുറയ്ക്കണം. 20ൽ നിന്ന് 10ൽ 9 കുറയ്ക്കണം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 20 ഗുണം 10 200. നടുവിലെ ചിഹ്നം മൈനസ്. 9 ബൈ 10. 200ൽ നിന്ന് 9 പോയാൽ ബാക്കി എത്ര? 191 ബൈ 10. 191ന് 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 19.1. ഇങ്ങനെയാണ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നറിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴിയിലൂടെ ചെയ്യാം. എങ്ങനെ? എടാ, 10 എണ്ണത്തിന്റെ ശരാശരി 20. അപ്പൊ അവരുടെ തുക എത്രയാ? അവരുടെ തുക 200. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 200 കിട്ടിയത് എപ്പോഴാ? 12 എഴുതേണ്ട സ്ഥലത്ത് 21 എഴുതി കൂട്ടിയപ്പോഴാണ് ഈ 200 കിട്ടിയത്. അപ്പൊ എത്രയാണ് കൂടുതലായി ചേർത്തിരിക്കുന്നത് നോക്കി. അതായത് ഇവരുടെ വ്യത്യാസം നോക്കി. 21ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം അത് 9 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ 200ൽ നിന്ന് 9 കുറയ്ക്കും. 200ൽ നിന്ന് 9 കുറച്ചാൽ 191 കിട്ടും. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. ആ എണ്ണം കൊണ്ട് നമ്മൾ ഹരിച്ചാൽ ആക്ച്വൽ ശരാശരി കിട്ടി. അപ്പോഴും നമുക്ക് 19.1 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം 19.1 ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇതേ പോകുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം അത് ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി പ്രായം 11 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 30 കുട്ടികളുടെ ശരാശരി പ്രായം അത് 10 വയസ്സ്. ടീച്ചറും കൂടി ചേർത്താൽ 31 പേരായി. 31 പേരുടെ ശരാശരി പ്രായം എത്ര? 11. എണ്ണത്തിലുള്ള വർധനവ്, എണ്ണത്തിലുള്ള വ്യത്യാസം 30 31 ആകാൻ ഇവിടെ 1 കൂടി. ശരാശരിയിലുള്ള വ്യത്യാസം 10 11 ആകാൻ 1 കൂടി. രണ്ട് ഭാഗത്തും 1 കൂടിയതെങ്കിൽ ഇങ്ങേ തലക്കിലുള്ള ആളെ എഴുതുക, അപ്പുറത്തെ തലക്കിലുള്ള ആളെ എഴുതുക, തമ്മിൽ കൂട്ടുക. ഉത്തരായി. 30ഉം 11ഉം കൂട്ടിയാൽ ഉത്തരം 41. 41 വയസ്സാണ് ടീച്ചർക്ക്. 41 വയസ്സ് ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. പോകാം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 എങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. എടാ, ഞാനിത് ശരിക്കും ചെയ്യുന്ന ഒരു വഴി പറഞ്ഞുതരാം. ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വഴിയും പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് ഞാൻ ആദ്യം പറയുന്നു, ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ 6 ഇരട്ട സംഖ്യകൾ. ആ 6 ഇരട്ട സംഖ്യകളിൽ ആദ്യത്തേതിന് ഞാൻ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തേത് ഏതായിരിക്കും? ആ എക്സിന്റെ കൂടെ 2 കൂട്ടിയത് അല്ലെ? എക്സ് പ്ലസ് 2. മൂന്നാമത്തേതോ? വീണ്ടും 2 കൂട്ടിയത് എക്സ് പ്ലസ് 4.
നാലാമത്തേതിനെ വീണ്ടും 2 കുട്ടികൾ കിട്ടും, x+6. അടുത്തത് x+8. ഇപ്പൊ എത്രണ്ണായി? 1 2 3 4 5 5 ആയിട്ടുള്ളൂ. ഇപ്പോ 6 x+10. ഓക്കെ. എടാ ഇവരുടെ ശരാശരി, എടാ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇരട്ട സംഖ്യകളുടെ എല്ലാം വ്യത്യാസം 2ആണ്. സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറയുന്നത് നടുവിലുള്ള ആളായിരിക്കും. ഒറ്റ സംഖ്യകളാണ് അവരുടെ എണ്ണമെങ്കിൽ. ഇനി ഇരട്ട എണ്ണമാണെങ്കിലോ നടുവിൽ 2 ആളുണ്ടാവും. ആ 2 പേരെയും കൂട്ടുക, പകുതി കാണുക, അതായിരിക്കും ശരാശരി എന്ന് പറഞ്ഞു. ഇവിടെ 6 പേരാണുള്ളത്. അത് ഇരട്ട എണ്ണമാണ്. സോ നടുവിലുള്ള 2 ആള് നമ്മൾ എടുക്കുന്നു, പകുതി കാണുന്നു. അപ്പൊ നടുവിലുള്ള 2 ആളുകൾ ആരാ? ഈ 2 ആളുകളെ അപ്പുറത്തേക്ക് മാറ്റി, ഈ 2 ആളുകൾ അപ്പുറത്തേക്ക് മാറ്റി. അപ്പൊ നടുവിലിരിക്കുന്ന ആളുകൾ x+4 x+6. ഇവരെ തമ്മിൽ കൂട്ടി പകുതി കണ്ടാൽ നമുക്ക് ശരാശരി കിട്ടും. ആ ശരാശരി നമുക്ക് തന്നിരിക്കുന്നു 25. അപ്പൊ ഇവിടെ ഒരു x, ഇവിടെ ഒരു x, മൊത്തത്തിൽ 2x പ്ലസ് ഇവിടെ ഒരു 4, ഇവിടെ ഒരു 6, അപ്പൊ മൊത്തത്തിൽ 10/2 = 25. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ ചെറുതാക്കാണ്. 2 മുകളിലിരിക്കുന്ന 2 ആളുകൾക്കും ബാധകമാണ്. 2x-ൽ 2 പോയാൽ ബാക്കി x, 10x-ൽ നിന്ന് 10-ൽ നിന്ന് 2 പോയാൽ ബാക്കി 5. അങ്ങനെ x+5 = 25 എന്ന് കിട്ടി. എങ്കിൽ x-ന്റെ വില എത്ര? അപ്പുറത്ത് 25 ഉണ്ട്, കൂട്ടണം 5, നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു, അത് കുറയ്ക്കണം 5 ആകുന്നു. 25-ൽ നിന്ന് 5 പോയാൽ എത്രയാണെന്ന് നമുക്കറിയാം, അത് 20 ആണ്. എടാ ഈ 20 എന്താണ്? ഈ 20 എന്ന് പറയുന്നത് x-ന്റെ വിലയാണ്, അതായത് ആദ്യത്തെ സംഖ്യയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വലിയ സംഖ്യ. വലിയ സംഖ്യ ഏതാ? വലിയ സംഖ്യ എന്ന് പറയുന്നത് x+10 ആണ്. x എന്ന് പറയുന്നത് 20 ആണെങ്കിൽ x+10 എന്നത് എത്രയായിരിക്കും? 20ന്റെ കൂടെ 10 കൂട്ടുന്നത് അത് എത്രയാ? അത് 30. ഓക്കെ. ഇങ്ങനെയാണ് ഈ ചോദ്യം ശരിക്കും ചെയ്യുന്നത്. നമുക്കിനി എളുപ്പവഴിയിലേക്ക് കടക്കാം. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ തന്നാൽ, ഇത്തരം ചോദ്യങ്ങൾ തുടർച്ചയായ n ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകൾ, അവരുടെ ശരാശരി തന്നിട്ട് വലുതോ ചെറുതോ കാണാൻ പറഞ്ഞാൽ, എടാ ഇവിടെ വലുതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വലുത് കാണാൻ പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ശരാശരി എഴുതും. എന്നിട്ട് വലുതാണല്ലോ കാണാൻ പറഞ്ഞിരിക്കുന്നത്, സോ നമ്മൾ കൂട്ടും. എന്ത് കൂട്ടും? എത്രയാണോ എണ്ണം അതിൽ നിന്ന് ഒന്ന് കുറച്ചത് കൂട്ടും. ഇവിടെ നോക്കിക്കടാ, ശരാശരി എത്രയാ? 25 പ്ലസ് n എത്രയാ? 6. 6-ൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാ? 5. 25 5 കൂട്ടിയാൽ കിട്ടുന്നത് 30. അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ക്ലിയർ ആണ്? ഇനി ചെറുത് കാണാൻ പറഞ്ഞാലോ? ചെറുത് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും, ആ ശരാശരി എഴുതും, ചെറുതാണ് കാണേണ്ടത്, സോ നമ്മൾ കുറയ്ക്കും. ആരെ? എത്രയാണോ എണ്ണം അതിൽ നിന്ന് ഒന്ന് കുറച്ചത്. ഇവിടെ ശരാശരി 25 മൈനസ് n എന്ന് വെച്ചാൽ 6, അപ്പൊ 6 - 1, അപ്പൊ 25 - 5 എന്ന് വെച്ചാൽ 25-ൽ നിന്ന് 5 പോയാൽ 20. ഇതായിരിക്കും ചെറിയ സംഖ്യ. നമ്മളിവിടെ കണ്ടുപിടിച്ചു. ക്ലിയർ ആണ്? ഇത്തരം ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താം. മക്കളെ, 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 കുട്ടികൾ ക്ലാസ് വിട്ടപ്പോൾ ഒരു ക്ലാസ്സിലെ 20 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം അത് 1 കിലോഗ്രാം വർദ്ധിച്ചു. ആ 2 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആയിരുന്നെങ്കിൽ തുടക്കത്തിലെ ശരാശരി ഭാരം എത്രയായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിത് ചെയ്യാം. ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആയിരുന്നു. അതിൽ നിന്ന് 2 പേര് പോയി. അപ്പൊ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇപ്പൊ എത്രയാടാ? 18 പേര്. പിന്നെന്താ തന്നിരിക്കുന്നത്? ആ 2 കുട്ടികളുടെ ശരാശരി ഭാരം തന്നിരിക്കുന്നു, അത് 60 കിലോയാണ്. അപ്പൊ അവരുടെ ടോട്ടൽ വെയിറ്റ്, 2 പേരുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. 120 ആണ് ഇവരുടെ ടോട്ടൽ വെയിറ്റ്, ഈ 2 പേരുടെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 കുട്ടികൾ ക്ലാസ്സിൽ വിട്ടപ്പോൾ ആ ക്ലാസ്സിൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവരുടെ ശരാശരി ഭാരം 1 കിലോഗ്രാം വർദ്ധിച്ചു. ബാക്കി 18 പേരുണ്ട്, അവർക്കൊക്കെ ഓരോ കിലോഗ്രാം വെയിറ്റും കൂടി ശരാശരിയുടെ കണക്കിൽ കിട്ടി. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി?
18 പേർക്കും ഓരോ കിലോ വെച്ച് കിട്ടിയാൽ ടോട്ടൽ 18 കിലോ കിട്ടി. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള വെയിറ്റ് കിട്ടും. അത് എത്രയാ? അത് 120ഉം 18ഉം കൂട്ടിയാൽ കിട്ടുന്ന 138. അപ്പൊ പഴയ ശരാശരി, തുടക്കത്തിലെ ശരാശരി ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞതാ. ഈ 138ന്റെ പകുതി കണ്ടാൽ മതി. 138ന്റെ പകുതി കണ്ടാൽ നമ്മുടെ ഉത്തരായി. 100ന്റെ പകുതി 50, 30ന്റെ പകുതി 100ന്റെ പകുതി 50, 30ന്റെ പകുതി 15, 8ന്റെ പകുതി 4, ടോട്ടൽ 69 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ പഴയ ശരാശരി അല്ലെങ്കിൽ തുടക്കത്തിലെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്, 69. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ആദ്യത്തെ 250 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ, ആദ്യത്തെ ഇത്ര എണ്ണം ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ നമുക്ക് ലോട്ടറിയാണ്. കാരണം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ എണ്ണം തന്നെയായിരിക്കും. ശരാശരി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എണ്ണം തന്നെ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താ? അത് n സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n-നെ 2 തവണ ഗുണിക്കുന്നത് നമുക്കറിയാം. എണ്ണം എന്നത് n ആണ്. എങ്കിൽ ശരാശരി എത്രയായിരിക്കും? തുക n ഇൻറ്റു n, എണ്ണം കൊണ്ട് ഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ n-ഉം ക്യാൻസലായി, ബാക്കി n മാത്രം. ആദ്യത്തെ 35 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഉത്തരം 35. ആദ്യത്തെ 76 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഉത്തരം 76. ആദ്യത്തെ 900, അല്ലെ, പണ്ട് ഇതാണ് വലിയ സംഖ്യ. ആദ്യത്തെ 900 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ 900. ക്ലിയർ ആണ്? അടുത്തേക്ക് പോവാം മക്കളെ. ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32, 45, 50, 28, 40 എന്നിവയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ശരാശരി കാണാൻ എന്ത് ചെയ്യണം? ആകെ തുക കാണണം, എന്നിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് തുക കാണാം. എന്തൊക്കെ കൂട്ടേണ്ടത്? ഇവിടെ സൈഡിൽ കൂട്ടാം. 32, 45, 50, 28, 40 കൂട്ടാം. 32ഉം 8ഉം 40, 40ഉം 40ഉം 80, 80ഉം 20ഉം 100, 100ഉം 50ഉം 150, 150 45ഉം 195 എന്ന് കിട്ടി. ബൈ എത്രയാണ് എണ്ണം? എത്ര പേരുണ്ട്? 1, 2, 3, 4, 5 പേര്. 195നെ 5 കൊണ്ട് ഹരിക്കണം. 19ൽ എത്ര അഞ്ചുകൾ? 3 അഞ്ചുകൾ 15 ആണ്. 19ൽ നിന്ന് 15 പോയാൽ ബാക്കി 4. ആ 4 ഞാൻ ഇപ്പുറത്തേക്ക് ചേർത്ത് എഴുതി. അപ്പൊ അത് 45 ആയി. 45ൽ എത്ര അഞ്ചുകൾ? 45ൽ 9 അഞ്ചുകൾ. സോ നമ്മുടെ ഉത്തരം, ഇവരുടെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് 39 ആണ്. ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തേക്ക് പോവല്ലേ മക്കളെ. ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 150 രൂപയാണ് എന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്ന് എത്ര രൂപ കിട്ടും? ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യണം? ആകെ തുകയാണ് കാണേണ്ടത്. ജൂൺ മാസത്തിൽ കുമാരനെ പാല് വിറ്റ് കിട്ടുന്ന മൊത്തം പൈസ, ആകെ എത്ര രൂപ കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ശരാശരിയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ ഒരു ദിവസത്തെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്, അത് 150 രൂപ. എണ്ണം എത്രയാണ്? ഏതാ മാസം? ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൽ എത്ര ദിവസങ്ങൾ? എടാ, നിങ്ങൾക്ക് ഇങ്ങനെ കൈയൊക്കെ വെച്ച് എണ്ണാൻ അറിയില്ലേ? ഈ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ 31 ദിവസങ്ങളിലും 31 ദിവസങ്ങളും, ഈ കുഴികളിൽ 30 ദിവസങ്ങളും. ഓക്കെ, ഫെബ്രുവരിയിൽ 28 അല്ലെങ്കിൽ 29 ആണ് എന്ന് നിങ്ങൾക്കറിയാം.
ഞാൻ ഇവിടെ നിന്ന് എണ്ണുന്നു, നോക്കിക്കടാ. ജനുവരി ഉയർന്നിരിക്കുന്നു, ഫെബ്രുവരി കുഴിയിൽ, മാർച്ച് മേലെ, ഏപ്രിൽ താഴെ, മെയ് മുകളിൽ ഉയർന്നിരിക്കുന്ന ഭാഗത്ത്, ജൂൺ കുഴിയിൽ, ജൂലൈ മുകളിൽ. ഇനി അവിടെ തന്നെ തുടങ്ങുന്നു. ആഗസ്റ്റ് മുകളിൽ, സെപ്റ്റംബർ കുഴിയിൽ, ഒക്ടോബർ മുകളിൽ, നവംബർ കുഴിയിൽ, ഡിസംബർ മുകളിൽ. മുകളിൽ ഇരിക്കുന്നതിനെല്ലാം 31 ദിവസങ്ങളും കുഴിയിലിരിക്കുന്നതിനെല്ലാം 30 അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ 28, 29. ഇപ്പൊ ജൂണിൽ എത്രയാണെന്ന് നമ്മൾ കണ്ടു. ജൂണിൽ എത്രയാ? ജൂണിൽ ആകെ 30 ദിവസങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ എണ്ണം എത്രയാടാ? എണ്ണം എന്ന് പറയുന്നത് 30 അല്ലേ? ആ മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണമാണ്. ഇനി ഇത് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരായി 15 ഗുണം 3 45. ഇവിടെ ഒരു 0, അപ്പുറത്തൊരു 0. ടോട്ടൽ 2 പൂജ്യങ്ങൾ. നമ്മളത് എഴുതുന്നു. അപ്പൊ പാല് വിറ്റിട്ട് പുള്ളിക്കാരന് ജൂൺ മാസത്തിൽ കിട്ടിയ വരുമാനം എത്രയാ? അത് 4500 രൂപയാണ്. 4500 രൂപ. മക്കളെ, 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ നിന്ന് 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി പ്രായം 1 വയസ്സ് കൂടി എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര വയസ്സാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ലോജിക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എടാ, ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. ഓക്കെ, ആ 15 ജോലിക്കാരിൽ ഒരാള് സ്ഥലം മാറി പോവാണ്. അയാൾക്ക് എത്ര വയസ്സെന്ന് തന്നിരിക്കുന്നു? അയാൾക്ക് 32 വയസ്സെന്ന് തന്നിരിക്കുന്നു. എടാ, അയാൾ പോയി പകരം മറ്റൊരാൾ വന്നു. അപ്പൊ ഇവരുടെ ശരാശരിയിൽ എന്ത് സംഭവിച്ചു? ഇവരുടെ ശരാശരിയിൽ 1 വയസ്സ് കൂടി. അതിനർത്ഥം എന്താ? ഈ വന്ന ആൾക്ക് 32 വയസ്സിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട് അല്ലെ? എടാ, കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ ഓരോന്ന് വീതിച്ചു കൊടുക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരാശരി എന്ന് പറയുന്നത് മൊത്തമുള്ളതിനെ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് തുല്യമായി പകുത്തു കൊടുക്കുന്നതാണ്. ഞാൻ ഈ തമ്പനെയില് ഒറ്റ കച്ചവടക്കാരനെ പോലെ തലയിൽ മുണ്ടൊക്കെ ചുറ്റിക്കെട്ടി ഇങ്ങനെ പൈസ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ വരണം. ശരാശരി എന്ന് പറഞ്ഞാൽ മൊത്തം പൈസയെ അല്ലെങ്കിൽ മൊത്തമുള്ളതിനെ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് തുല്യമായി പകുത്തു കൊടുക്കുന്നതാണ് എന്ന കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. എടാ, എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ. പോയ ആൾക്ക് 32 വയസ്സ്, വന്ന ആൾക്ക് 32നേക്കാൾ അധികം പ്രായമുണ്ട്. അയാൾ വന്നപ്പോ എന്താ സംഭവിച്ചേ? ഈ 15 ആളുകൾക്കും അല്ലെ, ഈ 15 ആളുകൾക്കും ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നു. അപ്പോഴും എണ്ണം 15 തന്നെയാ. അവർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ ശരാശരി പ്രായം 1 വയസ്സ് കൂടി. ഓരോരുത്തർക്കും 15 വെച്ച് കൂടി. അതിനർത്ഥം വന്ന ആൾക്ക് പോയ ആളെക്കാൾ 15 കിലോ അധികമുണ്ട്. 15 കിലോ അധികമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. 32ഉം 15ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 47 കിലോയാണ് വന്ന ആളുടെ ഭാരം. 47. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മക്കളെ, 9ാമത്തെ ചോദ്യം. ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ്. പക്ഷെ ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യം എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് വാർഷിക പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 6 വിഷയങ്ങൾക്കാണ് പരീക്ഷയുള്ളത്. 6 വിഷയങ്ങൾക്ക്. അതിൽ 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89. 5 വിഷയങ്ങൾക്ക് 89. 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 90 ആയി. അതായത് 6 വിഷയങ്ങൾക്ക് 90. എങ്കിൽ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്ര? ഇതെങ്ങനെ ചെയ്യും? ഇത് നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടിയാണ്. നമ്മൾ പഠിച്ച അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നു 5 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 89. 6ാമത്തെ വിഷയം കൂടി കിട്ടി. അപ്പൊ 6 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് എത്ര? 90. ഇവിടെ 1 കൂടി, ഇവിടെയും 1 കൂടി. അപ്പുറത്തും ഇപ്പുറത്തും 1 ആണ്. അതിന്റെ ചിഹ്നം സെയിം ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 2 തലക്കിലുള്ള ആളുകളെ തമ്മിൽ കൂട്ടിയാൽ മതി. 5ഉം 90ഉം കൂട്ടിയാൽ കിട്ടുന്നത് 95. ഇതാണ് 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക്. 95. ഓപ്ഷൻ സി ആണ് മക്കളെ ശരി ഉത്തരം. അടുത്തേക്ക് പോകാം. മക്കളെ, 10ാമത്തെ ചോദ്യം. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് പാറ്റേൺ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം ശ്രദ്ധിച്ച്. ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി കണ്ടപ്പോൾ 53 പകരം 35 എന്നാണ് എഴുതിയത്.
അതായത് ആ കുട്ടി തെറ്റായ സംഖ്യ ചേർത്ത് ശരാശരി കണ്ടപ്പോൾ കിട്ടിയ ശരാശരി 36.5 എങ്കിൽ യഥാർത്ഥ ശരാശരി എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. 10 സംഖ്യകളുടെ ശരാശരി എന്നത് 36.5 തെറ്റായി കൂട്ടിയപ്പോൾ കിട്ടിയത്. ഇനി 53 എഴുതുന്നതിന് പകരം കുട്ടി എഴുതിയത് 35 53 എഴുതണം, 35 എഴുതിയിട്ടുള്ളൂ. അപ്പൊ കുറച്ചും കൂടി അതിലേക്ക് ചേർക്കണം അല്ലെ. അപ്പൊ ഇവരുടെ വ്യത്യാസം എടുക്കാം. 53 മൈനസ് 35 8 1. അപ്പൊ ഈ 18ന്റെ ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. ഈ കുറവ് എന്ത് ചെയ്യണം? ഈ കുറവ് വന്നതിന്, ഈ വ്യത്യാസം വന്നതിന് എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. അപ്പൊ 18നെ 10 പേർക്കായി വീതിച്ചു കൊടുക്കണം. എത്ര കിട്ടും? 18നെ 10 പേർക്കായി വീതിച്ചു കൊടുത്താൽ 1.8. ഓരോരുത്തർക്കും 1.8 കൂടി കൂടണം. അവരുടെ ശരാശരി എത്രയാ? 36.5 പഴയ ശരാശരി. അതിൻ്റെ കൂടെ ഒരു 1.8 കൂടി കൂട്ടണം. നമുക്ക് കൂട്ടാം. 36.5 പ്ലസ് 1.8 കൂട്ടിയാൽ 8 5 13 3 ഇവിടെ 0.1 36 37 38. നമ്മുടെ ഉത്തരം 38.3 എന്ന് കിട്ടും. 38.3 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 40 പേർക്ക് ശരാശരി ആഴ്ചക്കൂലി 360 രൂപ. മറ്റ് 20 പേർക്ക് ശരാശരി ആഴ്ചക്കൂലി 420 രൂപ. അങ്ങനെയാണെങ്കിൽ ആകെ ശരാശരി കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. ചോദ്യത്തിൽ പറയുന്നു 40 പേരുടെ ശരാശരി കൂലി എന്നത് 360 രൂപയാണെന്ന്. അപ്പൊ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? 40 ഗുണം 36 ചെയ്താൽ മതി. 36 × 4 ചെയ്താൽ 36ന്റെ ഇരട്ടി 72, 72ന്റെ ഇരട്ടി 144. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. സോ നമ്മൾ 2 0 ഇടും. ഓക്കെ. ഇനി 20 പേർക്ക്, ബാക്കിയുള്ള 20 പേരുടെ ശരാശരി, 20 പേരുടെ ശരാശരി എന്നത് 360 രൂപ. സോറി, 360 അല്ല, 420 രൂപ. 420. അപ്പൊ അവരുടെ ടോട്ടൽ എത്രയാ? 420 ഗുണം 20 ചെയ്താൽ 42 ഗുണം 2, 42ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 84. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ടോട്ടൽ 2 0. അപ്പൊ ആകെ ശരാശരി കാണാൻ നമുക്കറിയാം, ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ ആകെ തുക എത്രയാണെന്ന് കാണണം അല്ലെ. അപ്പൊ ഇവരെയൊക്കെ കൂടി കൂട്ടണം. 0 0 8 14 8 22. അപ്പൊ തുക നമുക്ക് കിട്ടി 22,800. ഇനിയോ എണ്ണം എത്രയാ? എണ്ണം എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ 60 കൊണ്ട് 22,800 ഹരിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഈ 0 പോയി. 22ൽ എത്ര ആറുകൾ എന്ന് നോക്കി. 3 6 18. 3 6 18. അപ്പൊ ബാക്കി 4 ഇപ്പുറത്തേക്ക് പോയി. 48ൽ 8 ആറുകളാണ്. 8 6 48. അപ്പൊ ഇനി ഒരു 0 കൂടി ഉണ്ട്. നമ്മുടെ ഉത്തരം 380 രൂപയാണ് ആകെ ശരാശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62, പെൺകുട്ടികളുടെ ശരാശരി മാർക്ക് 52. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൂടി ശരാശരി മാർക്ക് 60 ആണെങ്കിൽ ആ ക്ലാസ്സിൽ ആൺകുട്ടികൾക്ക് എത്ര ശതമാനം മാർക്കുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അലിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തന്നിരിക്കുന്നത് എന്താ? ആൺകുട്ടികളുടെ ശരാശരി മാർക്ക്, പെൺകുട്ടികളുടെ ശരാശരി മാർക്ക്. ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാ? 62. അപ്പൊ നമ്മളത് ആൺകുട്ടികളുടെ താഴെ എഴുതുന്നു. പെൺകുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാ? 52. അത് പെൺകുട്ടികളുടെ താഴെ എഴുതുന്നു. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടി ശരാശരി മാർക്ക് തന്നിട്ടുണ്ട്. അത് 60 ആണ്. നമ്മളത് കൃത്യം നടുവിൽ എഴുതുന്നു. കൃത്യം നടുവിൽ എഴുതുന്നു. ഇനി ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കണം. ഞാനിത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് വരയ്ക്കുകയാണ്. ഓക്കെ. ഈ 2 സംഖ്യകൾ 60ഉം 62ഉം അവരുടെ വ്യത്യാസം എത്രയാ? വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 62 വലുത്. അതിൽ നിന്ന് 60 കുറച്ചാൽ എത്ര കിട്ടും? 2. അത് ഇങ്ങനെ എഴുതുന്നു. പിന്നെ ഞാൻ ഏറെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ഈ 2 സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക.
60ഉം 52ഉം തമ്മിലുള്ള വ്യത്യാസം. വലിയ സംഖ്യയായ 60ൽ നിന്ന് ചെറിയ സംഖ്യയായ 52 കുറയ്ക്കുക. 60ൽ നിന്ന് 52 കുറച്ചാൽ കിട്ടുന്നത് 8. ഇപ്പൊ നമുക്ക് കിട്ടിയത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതമാണ്. അത് 8:2 എന്ന് കിട്ടി. അംശബന്ധത്തിൽ എഴുതുമ്പോൾ പരമാവധി ചെറുതാക്കണം അല്ലെ. 8 എന്ന് പറഞ്ഞാൽ 4 ഗുണം 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 ഗുണം 1 ആണ്. രണ്ട് പദങ്ങളിലും 2 പൊതുവായി വരുന്നു. നമുക്കതിനെ വെട്ടിക്കളയാം. ബാക്കി എന്ത് കിട്ടും? ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശബന്ധം എന്നത് 4:1 എന്ന് കിട്ടും. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. 4:1 എന്ന് കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് എത്ര ശതമാനം മാർക്കുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. ശതമാനം കൃത്യമായി പഠിച്ചവർക്ക് അറിയാം. ആൺകുട്ടികൾക്ക് എത്ര ശതമാനം, ആകെയുള്ളതിൽ ആൺകുട്ടികൾക്ക് എത്ര ശതമാനം, എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം? ആകെയുള്ളവരെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം. അപ്പോൾ ആൺകുട്ടികൾ 4 യൂണിറ്റും പെൺകുട്ടികൾ 1 യൂണിറ്റും. അപ്പൊ ആകെ എത്ര യൂണിറ്റ്? ആകെ 5 യൂണിറ്റുകൾ. അതിനടിസ്ഥാനമാക്കി ചോദിച്ചത് കൊണ്ട് നമ്മൾ അതിനടിയിൽ എഴുതുന്നു. മറന്നുപോയിട്ടില്ലല്ലോ ആ കാര്യങ്ങൾ. ഇനി എന്താ കാണേണ്ടത്? ആൺകുട്ടികളുടെ ശതമാനമാണ് കാണേണ്ടത്. ആൺകുട്ടികൾ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. സോ നമ്മൾ അതിനെ മുകളിൽ എഴുതുന്നു. ശതമാനം കാണേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ 100 കൊണ്ട് ഹരിക്കും. നമ്മൾ അതിനെ 100 കൊണ്ട് ഗുണിക്കും. 100ൽ എത്ര അഞ്ചുകൾ? 100ൽ 20 അഞ്ചുകൾ. അപ്പൊ 20 ഗുണം 4 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 80. നമ്മുടെ ഉത്തരം 80% എന്നാണ്. 80%. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മക്കളെ, 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലാസ്സിലെ 14 വിദ്യാർത്ഥികളുടെ ഭാരത്തിന്റെ ഗണിത ശരാശരി 42 കിലോ. നിങ്ങൾ ഈ പുതിയ ടേംസ് ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട. ഗണിത ശരാശരി കുറച്ച് ഡെക്കറേഷൻ ഒക്കെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ശരാശരി അത്ര മതി. അധ്യാപകന്റെ ഭാരവും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 600 ഗ്രാം ആയി വർദ്ധിക്കും. അപ്പോൾ അധ്യാപകന്റെ ഭാരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നമുക്കത് ചെയ്യല്ലടാ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സ്ഥിരം ചെയ്യുന്ന മെത്തേഡാണ്, സ്ഥിരം ചെയ്യുന്ന പാറ്റേൺ ആണ്. 14 വിദ്യാർത്ഥികളുടെ ഭാരത്തിന്റെ ശരാശരി തന്നിരിക്കുന്നു, അത് 42. പിന്നെന്തുണ്ടായി? അവിടേക്ക് നമ്മുടെ അധ്യാപകന്റെ പ്രായം കൂടി അല്ലെ, അധ്യാപകന്റെ ഭാരവും കൂടി വരികയാണ്. 15 പേരുടെ ഭാരങ്ങളുടെ ശരാശരി എന്നത് എന്തായി? ഒരു 600 ഗ്രാമും കൂടി. അതായത് 42.6 ഗ്രാം. കുത്തു കൊണ്ടവന്റെ പുറകിൽ എത്ര പൂജ്യം വന്നാലും വിലയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 പൂജ്യങ്ങൾ എഴുതാത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ് വർധനവ്? എണ്ണത്തിലുള്ള വർധനവ് 14 എന്നത് 15ആയി. അപ്പോ ഒരാൾ വർദ്ധിച്ചു. ഇനി ശരാശരിയിലുള്ള വർധനവ് എത്രയാ? 42 കിലോ എന്നത് 42,600 കിലോയായി. ഇവിടെ ഒരു 600 ഗ്രാം വർദ്ധിച്ചു. അതായത് 0.6 കിലോ വർദ്ധിച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഇങ്ങേ തലക്കിലുള്ള 1 കൊണ്ട് അങ്ങേ തലക്കിലുള്ള 42.6നെ ഗുണിക്കണം. 42.6നെ എന്നല്ല, ലോകത്തുള്ള ഏത് സംഖ്യനെ ഗുണിച്ചാലും 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്താ? അതേ സംഖ്യ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 42.6. ഓക്കെ, ഇനിയോ ഇപ്പുറത്ത് വട്ടത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് 0.6. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ തലക്കിലുള്ള 14 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും. അപ്പൊ നമ്മൾ അത് ഗുണിച്ച് കാണിച്ചു തരാം. അപ്പൊ 14 ഗുണം 0.6. നമ്മൾ എന്താ ആദ്യം ചെയ്യുക? ആ പോയിന്റ് ഉള്ള സംഖ്യകളിൽ നിന്ന് ആ ഡെസിമൽ പോയിന്റ് നമ്മൾ ഒഴിവാക്കും, എന്നിട്ട് ഗുണിക്കും. അപ്പൊ 14 ഗുണം 6 എന്നായി. 14 ഗുണം 6 എത്രയാ? 10 ആറുകൾ ചേർന്നാൽ 60, 4 ആറുകൾ ചേർന്നാൽ 24. 60ഉം 24ഉം നമ്മുടെ ഉത്തരം 84. ഇനി യഥാർത്ഥ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ആകെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കുത്ത് കഴിഞ്ഞിട്ട് ഒരാള്, വേറെ ആരുമില്ല. അപ്പോ ചോദ്യത്തിൽ ഒരു ഡെസിമൽ ഡിജിറ്റ്. അപ്പൊ ഉത്തരത്തിലും എന്തുണ്ടാകണം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാവണം, ഒരു ഡെസിമൽ ഡിജിറ്റ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ പുറകിൽ നിന്ന് ഒരാളെ മാറ്റി കുത്തിട്ടാൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ 8.4 ആണ് ഇവിടെ കിട്ടുന്നത്. പ്ലസ് 8.4. ഇത് കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 42.6 പ്ലസ്
8.4. 600, 400 എന്നുള്ളതാണ് നമുക്കറിയാം. അത് കൂട്ടിയാൽ കിട്ടുന്നത് 1 ആ 1 ഇപ്പുറത്ത് കിട്ടും. 42ഉം 8ഉം 50. 50ഉം 1ഉം കൂട്ടിയാൽ കിട്ടുന്നത് 51. ഡിങ്ക് ഡിങ്ക. പരിപാടി കഴിഞ്ഞു. 51 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. അപ്പൊ മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? വെറുതെ വാരി വലിച്ച് കുറെ ഇക്വേഷൻ ഒക്കെ കാണാതെ പഠിച്ച് സമയം കളയണ്ട. നോക്കിക്കേ, ഇങ്ങനെ ഒരു 2 വര വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഈ 2 വര വരച്ചാൽ മതി. ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാം. ഈസി അല്ലേ? നമുക്ക് നേരെ പോകാം 14ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു കമ്പനിയിൽ 50 ജീവനക്കാരുണ്ട്. അവിടെ 64 കിലോ ഭാരമുള്ള ഒരു ജീവനക്കാരൻ വിരമിച്ചു. പുള്ളിക്കാരൻ പോയി. പക്ഷെ പകരം പുതിയൊരു ജീവനക്കാരൻ ആ കമ്പനിയിലേക്ക് വന്നു. അപ്പൊ അവരുടെ ശരാശരി ഭാരം എന്തുണ്ടായി? അത് 250 ഗ്രാം വർദ്ധിച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. 250 ഗ്രാം വർദ്ധിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഈ വന്ന ആൾക്ക് പോയ ആളെക്കാൾ ഭാരം കൂടുതലാണ്. അതുകൊണ്ടല്ലടാ എല്ലാവർക്കും 250 ഗ്രാം എന്ന് പകുത്തു കൊടുക്കാൻ പറ്റിയത്. നിങ്ങളത് മറക്കരുത്, ആ ലോജിക്ക് മറക്കരുത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പുതുതായി വന്ന ജീവനക്കാരന്റെ ഭാരം, പുതുതായി വന്ന ജീവനക്കാരന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ 50 ജീവനക്കാരുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു? 64 കിലോ ഭാരമുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പൊ എന്തുണ്ടായടാ? അവിടെയുള്ള എല്ലാവർക്കും 250 ഗ്രാം കൂടി. അതായത് 50 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരാൾ പോയി, അപ്പൊ 49 പേരായി. പകരം മറ്റൊരാൾ വന്നു, അപ്പൊ വീണ്ടും 50 പേരായി. ഓക്കെ, ഈ 50 പേർക്കും 250 ഗ്രാം 250 ഗ്രാം 250 ഗ്രാം എന്ന് പറഞ്ഞ് വർദ്ധിക്കുകയാണ്. 50 ഗുണം 250 ഗ്രാം ചെയ്താൽ നമ്മുടെ ഉത്തരം ചെയ്യാം. ഞാൻ പറഞ്ഞു, കുത്തുകൊണ്ടവന്റെ പുറകിൽ എത്ര 0 വന്നിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ആ 0 ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്, ചെയ്യാനുള്ള എളുപ്പത്തിന്. ഓക്കെ, അപ്പൊ 50 ഗുണം 0.25 നമ്മൾ എന്ത് ചെയ്യൂടാ? ആ പോയിന്റ്, ആ ഡെസിമൽ ഡിജിറ്റ് ഒഴിവാക്കിയിട്ട് ചെയ്യും. അപ്പൊ എന്തായി? 50 ഗുണം 25. 25 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് 25 കൊണ്ട് ഗുണിക്കുന്ന സംഖ്യ ഏതാ? 50. 50 എഴുതുക, 2 പൂജ്യങ്ങൾ എഴുതുക, 5000 ആവും. എടാ, ഇതിന്റെ പകുതി കാണുക, വീണ്ടും പകുതി കാണുക. 5000ത്തിന്റെ പകുതി എത്രയാ? അത് 2500. വീണ്ടും പകുതി കാണണം, എങ്കിലും ഉത്തരവുള്ളൂ. 2500ന്റെ പകുതി 1250 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരായി 1250. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? ആക്ച്വൽ ചോദ്യത്തിൽ, യഥാർത്ഥ ചോദ്യത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട് ആകെ? ഇവിടെ ആകെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകളേ ഉള്ളൂ. അപ്പൊ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ വരണം. 1250 നമ്മൾ എന്ത് ചെയ്യും? പുറകിൽ നിന്ന് 2 ആളുകളെ എണ്ണം. 1, 2, അത് കഴിഞ്ഞിട്ട് കുത്തും. അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടി 12.5. ഇത്രയും കൂടി എവിടേക്ക് വരുന്നു? ശരാശരിയിലേക്ക് വരുന്നു. അപ്പൊ 64നൊപ്പം 12.5 കൂടി ചേർത്താൽ കിട്ടുന്നതാണ് എന്ത്? ആ വന്ന ആളുടെ പുതിയ ഭാരം. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 76.5 എന്ന് കിട്ടും. 76.5 അല്ലെങ്കിൽ 76.5 ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. 0.5 എന്ന് പറഞ്ഞാൽ അരയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമുക്ക് പോകാം 15ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം അത് 28 ആണ്. 20 വയസ്സുള്ള ഒരാൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി, പകരം മറ്റൊരാൾ ഗ്രൂപ്പിൽ പ്രവേശിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ശരാശരി പ്രായം 2 വർദ്ധിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എടാ, 20 വയസ്സുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പൊ അവരുടെ ശരാശരിയിൽ വർധനവുണ്ടായി എന്നതിനർത്ഥം പുതുതായി വന്നയാൾക്ക് പോയ ആളെക്കാൾ കൂടുതൽ ഭാരമുണ്ട് എന്നല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മളിത് ചെയ്തിട്ടുള്ളതാ, ഇതേ മെത്തേഡ് കുറെ ചെയ്തിട്ടുള്ളതാ. ഒന്ന് നോക്കിക്കേ. 25 പേരുണ്ട് ഒരു ഗ്രൂപ്പിൽ. ഇതിലെ ശരാശരി പ്രായം തന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതവിടെ ഇരിക്കട്ടെ. ഇനി എന്ത് സംഭവിച്ചു? 20 വയസ്സുള്ള ഒരാൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, അയാൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പൊ എണ്ണം 25 തന്നെ അല്ലെ? 25ൽ നിന്ന് ഒരാൾ പോയി, അപ്പൊ 24 പകരം മറ്റൊരാൾ വന്നു, അപ്പൊ 25 എണ്ണം. ഇനി എന്ത് സംഭവിച്ചു? അങ്ങനെ വന്നപ്പോൾ ഇവരുടെ ശരാശരി ഭാരത്തിൽ 2 കിലോ വർദ്ധിച്ചു. അതായത് 25 പേർക്കും 2 കിലോ 2 കിലോ 2 കിലോ വെച്ച് കിട്ടി. അപ്പൊ 25 2 കിലോ കൂടി അല്ലെ? അപ്പൊ 25 ഗുണം 2, സോറി ഭാരമല്ല പ്രായം.
2 വയസ്സ് 2 വയസ്സ് 2 വയസ്സ് കെച്ച് കിട്ടി. 25 ഗുണം 2 50 വയസ്സ്. 50 വയസ്സ് കൂടുതലായിട്ടുണ്ട്. പോയവനേക്കാൾ 50 വയസ്സ് കൂടുതൽ. പോയവന്റെ പ്രായം തന്നിട്ടുണ്ട് 20 വയസ്സ്. അതിനേക്കാൾ 50 വയസ്സ് കൂടുതലാണ് വന്ന ആൾക്ക്. 20 + 50 ചെയ്താൽ കിട്ടും നമ്മുടെ ഉത്തരം 70. 70 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. അങ്ങനെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2022 അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 16ാമത്തെ ചോദ്യം ഇങ്ങനെ: മധ്യപദം 212 ആണെങ്കിൽ തുടർച്ചയായ 51 ഇരട്ട സംഖ്യകളുടെ ആകെ തുകയെന്ത്? ആകെ തുകയെന്ത്? ഞാൻ തുടർച്ചയായിട്ടുള്ള ഒരു 3 ഇരട്ട സംഖ്യകൾ എഴുതുകയാണ്. 4, 6, 8. ഇവരുടെ ആകെ തുക എത്രയാ? 4, 6, 10, 10, 8, 18 ആണ് അല്ലെ? നിങ്ങൾ നോക്കിക്കടാ, ഈ 18 എന്ന് പറയുന്നത് നടുവിലിരിക്കുന്ന 6-നെ, കൃത്യം നടുവിലുള്ള മധ്യപദമായ 6-നെ ഈ എണ്ണമായ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതല്ലേ? 6-നെ എണ്ണമായ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതല്ലേ ഈ 18? അതേപോലെ ഞാനൊരു 5 ഇരട്ട സംഖ്യകൾ എഴുതുകയാണ്. 2, 4, 6, 8, 10. ഇതിന്റെ തുക എത്രയായിരിക്കും? നിസ്സംശയം നിങ്ങൾക്ക് പറയാം, നടുവിലിരിക്കുന്ന 6-നെ എണ്ണമായ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. 6 × 5 എന്ന് പറയുന്നത് 30. കൂട്ടി നോക്കാം. 8ഉം 2ഉം 10, 6ഉം 4ഉം 10, 10ഉം 10ഉം 20, 20ഉം 10ഉം 30. സെറ്റായ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എടാ, തുടർച്ചയായ ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിന്റെ മധ്യപദത്തെ ആ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ആകെ തുക ലഭിക്കുമെന്ന് മനസ്സിലായി. ആ ടെക്നിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. 212-നെ 51 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അപ്പൊ 212 ഗുണം 51 നമുക്ക് ചെയ്യാം. എടാ, എന്താ 212 ഗുണം 51 എന്ന് പറഞ്ഞാൽ? 212-നെ 51 പ്രാവശ്യം ആവർത്തിച്ച് കൂട്ടുന്നതാണ്. ഞാനിത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കൂട്ടലിന്റെ ചേട്ടനാണ്. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് കൂട്ടുന്നതാണ് ഗുണിക്കൽ. അപ്പൊ നമുക്ക് ആദ്യം 212-നെ 50 പ്രാവശ്യം കൂട്ടാം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഒരു 212 കൂടി ചേർക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 212-നെ 51 പ്രാവശ്യം കൂട്ടിയത് കിട്ടും. 212-നെ 50 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 2 × 5 10, 12 × 5 60. അപ്പൊ 10 600 എന്ന് കിട്ടി. ഒരു 212 കൂടി ചേർന്നാൽ ടോട്ടൽ എടുക്കാം നമുക്ക്. 10 812. 10 812. നമ്മുടെ ഉത്തരം എവിടെ കിടക്കുന്നു? 10 812 ഓപ്ഷൻ എയിൽ തന്നെ കിടക്കുന്നു. മക്കളെ, ഇത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ 16 ചോദ്യങ്ങളാണ് 2022 ഡിസ്കസ് ചെയ്തത്. 2021 ചോദ്യങ്ങളും 2022 ചോദ്യങ്ങളും നിങ്ങൾ നന്നായി പഠിച്ച ശേഷം വേണം അടുത്ത വീഡിയോ കാണാൻ. 2023 വീഡിയോ കാണാൻ.